ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിലെ 51-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. കർമ്മജം ബുദ്ധിയുക്ത ഹി ഫലം ത്യക്ത മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താഃ പദം ഗച്ഛന്ത്യ നാമയം. അർത്ഥം നോക്കാം. കർമ്മജം ജന്മവാസന, ബുദ്ധിയുക്ത ബുദ്ധിമാൻ, ഹി തീർച്ചയായും, ഫലം അർത്ഥം അതിൻ്റെ ഫലം, നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒരു ഫലം, ത്യക്ത ത്യജിച്ചിട്ട്, മനീഷിണ ബുദ്ധിമാൻ, ജന്മബന്ധ വിനിർമുക്ത ജന്മബന്ധത്തിൽ നിന്നും മുക്തനായി, പദം ഉയരങ്ങളിലേക്ക്, ഗച്ഛന്തി അർത്ഥം പോകുന്നു, അനാമയം അർത്ഥം ദോഷരഹിതം. ശ്ലോകാർത്ഥം: ബുദ്ധിമാന്മാർ കർമ്മഫലത്തെ ത്യജിച്ച് ജന്മബന്ധത്തിൽ നിന്ന് മോചിതനായി ദോഷരഹിതമായ പരമപദത്തെ പ്രാപിക്കുന്നു. ഇതുതന്നെയാണ് ഭഗവാൻ എപ്പോഴും പറയുന്നത്. നീ നിന്റെ ജോലി ചെയ്യുക, ഫലം ഞാൻ തന്നുകൊള്ളാം. ബുദ്ധിമാന്മാർ എന്താണ് ചെയ്യുന്നത്? തൻ്റെ ജോലികൾ അവർ ഇങ്ങനെ സാധനയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫലത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. ആത്യന്തികമായ അവരുടെ ലക്ഷ്യം എന്താണ്? മോക്ഷം. ആ മോക്ഷപദത്തെ ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊന്നും ലൗകികപരമായ കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ആഗ്രഹമില്ല. ആകെ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്ത്? മോക്ഷം. നിരന്തരമായ ഈശ്വര ബുദ്ധി പുലർത്തി ആത്മസാക്ഷാത്കാരമാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് നിശ്ചയിച്ചുറച്ചവർ തങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം ത്യജിച്ചിട്ട് ജനന മരണാത്മകമായ ഈ സംസാര ബന്ധത്തിൽ നിന്നും മോചിതരായി ദുഃഖസ്പർശമില്ലാത്ത സ്ഥാനം, അതായത് മോക്ഷം, അവിടെ എത്തിച്ചേരുന്നു. ഇങ്ങനെയൊക്കെ ഭഗവാൻ പറയുമ്പോൾ അർജുനൻ വിചാരിക്കുകയാണ്, ഈ കൃഷ്ണൻ എന്താ ഇങ്ങനെ പറയുന്നത്? നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനൊരു ഫലം വേണം എന്ന് ആഗ്രഹിക്കില്ലേ? അങ്ങനെ ആഗ്രഹിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സംശയം അർജുനൻ്റെ മനസ്സിൽ വീണ്ടും ഉണ്ടാവുകയാണ്. അതിനുള്ള ഉത്തരങ്ങളാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയാണ് ഈ ദുഃഖങ്ങളിൽ നിന്ന്, ഈ ഫലം ആഗ്രഹിക്കുന്നതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ മനസ്സിനെ അങ്ങനെ ചിട്ടപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഭഗവത്ഗീത എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. മനുഷ്യനാണ്, ഈ ഭൂമിയിൽ ജീവിച്ചു, ജനിച്ചു, മരിക്കുന്നു. തീർച്ചയായിട്ടും സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെ നമുക്കുണ്ടാകും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ പറ്റി, അല്ലെങ്കിൽ മാനസികമായി തകർന്നു പോയി മാനസിക വിഭ്രാന്തി വരുന്ന ആളുകളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ അത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത്? എന്തിനാണ് ഇവർക്ക് ഭ്രാന്ത് വന്നത്? ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണല്ലോ ഞാൻ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അവരുടെ ബുദ്ധി നേരായ രീതിയിൽ പ്രവർത്തിച്ചില്ല. ദുഃഖം എല്ലാവർക്കും ഉണ്ടാകും, പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ടാകും. അത് പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോവുക എന്നതാണ് ഈശ്വര ബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് സുഖത്തെയും ദുഃഖത്തെയും നമുക്ക് ഒരുപോലെ കാണാൻ സാധിക്കുന്നത്?
എന്ത് സംഭവിച്ചാലും അതൊക്കെ ഈശ്വരൻ്റെ ഇച്ഛയാണ് എന്ന് കരുതി മനസ്സിനെ പാകപ്പെടുത്തി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ജോലി, ആ ജോലി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് നമുക്കെങ്ങനെ സാധിക്കും? ഇതൊക്കെയാണ് ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. അതുപോലെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ചോദ്യങ്ങൾ 1-2 ദിവസമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആളുകളൊക്കെ അതിന് ഉത്തരം തന്നിട്ടുണ്ട്. കുറേ ഉത്തരങ്ങൾ തെറ്റുമാണ്. ഞാൻ അതിൻ്റെ എല്ലാ ഉത്തരം ഇപ്പോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം അർജുന വിഷാദ യോഗം. അടുത്ത ചോദ്യം, കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ഗുരുവിൻ്റെ പേര്? ഉത്തരം സാന്ദീപനി. പിന്നെ ചോദിച്ചത് ഭീമസേനൻ്റെ ശംഖിൻ്റെ പേര്. അത് ആദ്യം മുതൽ ഭഗവത്ഗീത കേട്ടു വന്നവർക്ക് അറിയാം. അതിൻ്റെ പേര് പൗണ്ട്രം. ഭീമസേനൻ്റെ ശംഖിൻ്റെ പേര് പൗണ്ട്രം. അടുത്തത് ശ്രീകൃഷ്ണൻ്റെ ശംഖിൻ്റെ പേര്. ഉത്തരം പാഞ്ചജന്യം. കൃഷ്ണപുത്രനായ ഉപശ്ലോകൻ്റെ ഗുരു ആരായിരുന്നു? നാരദൻ. ശ്രീകൃഷ്ണൻ്റെ ആദ്യപുത്രൻ ആരാണ്? ഉപശ്ലോകൻ. കൃഷ്ണനും കുബ്ജയ്ക്കും ജനിച്ച പുത്രനാണ് ഉപശ്ലോകൻ. ഉപശ്ലോകൻ്റെ ഗുരു നാരദൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇട്ടിരുന്നത്. കുറച്ച് ആളുകൾ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ദിവസവും ഞാൻ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങളതിൻ്റെ ഉത്തരം അതിൽ അടയാളപ്പെടുത്തണം. അതുപോലെ നിങ്ങൾക്ക് ഈ ഭഗവത്ഗീത ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ അഭിപ്രായങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതേപോലെ ഈ ഭഗവത്ഗീതയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊക്കെ വരുന്നുണ്ടോ? ആ കാര്യമൊന്ന് പറയണം. പലർക്കും വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ കലിയുഗത്തിൽ നാമജപത്തിനാണ് വലിയ പ്രാധാന്യമുള്ളത്. മറ്റു യുഗങ്ങളിൽ, അതായത് ദ്വാപര യുഗത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ത്രേതായുഗത്തിലായിക്കോട്ടെ, അവിടെയൊക്കെ യജ്ഞങ്ങൾക്ക് അല്ലെങ്കിൽ യാഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. നമ്മൾ കഥയൊക്കെ പഠിക്കുമ്പം ഓരോ ഋഷിവര്യന്മാരിങ്ങനെ യാഗം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ, ആ യുഗത്തിൽ അതിനായിരുന്നു പ്രാധാന്യം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഈ കലിയുഗത്തിൽ യജ്ഞങ്ങൾക്കല്ല പ്രാധാന്യം. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾ ഭാഗവതം അങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭാഗവതത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഭഗവാൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾക്കത് ആ ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് മനസ്സിലാകും. കലിയുഗത്തിൽ നാമജപം അതാണ് ഏറ്റവും ഉത്തമം. നിരന്തരം നാമം ജപിച്ചുകൊള്ളുക. നാമജപം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.